ഹലോ ഗൈസ്, ഇന്ന് എന്തായാലും തലേദിവസം ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം മുതലാണ് തുടങ്ങുന്നത് തന്നെ. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഞാനിങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേര് പല സ്ഥലങ്ങളിൽ പല പേരുകൾ അറിയപ്പെടും. ഇതിന് എന്താണ് കറക്റ്റായിട്ടുള്ള പേര് എനിക്കും അറിയത്തില്ല. നമ്മളവിടെ കൊണ്ടാട്ടം എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ബുൾസയും കൂടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇച്ചിരി സോയാബീൻ കറി ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ്, കഴിഞ്ഞ പ്രാവശ്യം മാറ്റി വെച്ചത്. അത് രണ്ടാമത് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ബാബയുടെ കൂടെ ഇരുന്ന് ടി വിയും കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഉച്ച സമയമൊക്കെ ആയപ്പം പിറ്റേ ദിവസത്തെ കാര്യമാണ് ഇത് പറയുന്നത് തന്നെ. നമുക്ക് ഇന്ന് ഫിഷാണ് കഴിക്കാൻ വേണ്ടി കിട്ടിയത്. ഞാൻ ഇന്ന് ഫിഷ് അധികമായിട്ട് കഴിക്കാത്തതുകൊണ്ട് കുറച്ചെടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മളെ ജോലിയിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലൊക്കെ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എപ്പോഴെപ്പോഴും ഈ അടുക്കളയിൽ വരുന്ന വേറൊരു കാര്യത്തിനല്ല, ഈ പാൽപ്പൊടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉള്ളവർക്ക് അറിയാം. പിന്നെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ റൂമിൽ കുറച്ച് നേരം ഇരിക്കാൻ നേരത്താണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു വെച്ച ഫ്രിഡ്ജിൻ്റെ അതിരുന്ന മിൽക്ക് ഷേക്ക് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തോന്നിയപ്പോൾ ഇറാനിയൻ അലുവയാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു വെച്ച തുർക്കിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇറാനിയൻ അലുവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും കുറച്ചൊരു പീസ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ രാത്രിയിലേക്ക് ആയപ്പോൾ നല്ലൊരു ഫുഡൊക്കെ അവർ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഷവർമയും സാൻഡ്വിച്ച് അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും കഴിച്ച് വയറ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.